Okay, so today we are talking about the Lao Kawa Burchapori Wildlife Sanctuary. Okay, ആസാമിലാണ്. അതുകൊണ്ടാണ് ഈ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതില് കോണ്ടെക്സ്റ്റ്, അതായത് നമ്മൾ എപ്പോഴും നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ബിഗ് നോട്ട്സ് എന്നുള്ള ഈ ഒരു കറണ്ട് അഫയർ സെഷനില് പത്രത്തിൽ റീസെന്റ് വന്ന എന്തെങ്കിലും ഇൻസിഡന്റുമായിട്ട് നമ്മളുടെ ഈ ബിഗ് നോട്ട്സിന് ബന്ധമുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കണ്ടോ, റീസെന്റ് റൈനോസ് റിട്ടേൺ ടു ആസാംസ് ലവക്കോവ ബുർച്ചാപോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആഫ്റ്റർ 40 years. ഇതൊരു ന്യൂസ് ആണ്. അപ്പൊ ആ ന്യൂസിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് പഠിക്കേണ്ടത്. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഇന്ത്യയിലുള്ള എല്ലാ വൈൽഡ് ലൈഫ് സാങ്ച്വറി കുറിച്ചും അന്വേഷിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്, ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളിൽ റൈറ്റ് നൗ പത്രത്തിൽ വന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആയിരിക്കും നല്ലത്. കാരണം എന്താ, പത്രത്തിൽ റീസെന്റ് ആയിട്ട് വന്നതിനെ കുറിച്ച് റീസെന്റ് ആയിട്ട് വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ഫോക്കസിങ് ഓൺ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ന്യൂസിൽ വരുന്ന ഇങ്ങനത്തെ ന്യൂസിന് വരുന്ന ഇങ്ങനത്തെ ഇൻസിഡന്റുകളുടെ ബാക്ക് സ്റ്റോറീസ് നമ്മൾ തപ്പും. ഉദാഹരണം പറഞ്ഞാൽ, ഇതിപ്പോ ഉണ്ടാവും 40 വർഷമായിട്ട് ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലേക്ക് റൈനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് കാസിറംഗ നാഷണൽ പാർക്ക്. ഇവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി, ഒരൊറ്റ കൊമ്പുള്ള, നമ്മൾ ഒറ്റക്കൊമ്പൻ ആന എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ കൊമ്പുള്ള റൈനോ അവൈലബിൾ ആണ്. റൈനോസ് എന്ന് പറഞ്ഞാൽ റൈനോസറസ്. അപ്പൊ ഈ റൈനോസ് പ്രത്യേകമായ റൈനോസ് ആയതുകൊണ്ട് അവരുടെ ഇങ്ങനെയുള്ള മൂവ്മെന്റുകളൊക്കെ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവാറുണ്ട് പലപ്പോഴും. സോ ഇവിടെ ഈ സാങ്ച്വറിയിലേക്ക് 40 വർഷം ശേഷം അവർ തിരിച്ചു വന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ നമുക്കറിയേണ്ട എന്താ, ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മള് ഈ ലാവോക്കാവ ബുർച്ചാപോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്, എന്താണ് അതിന്റെ ബാക്കപ്പ് കഥ, എന്താ, ഇത്ര അന്വേഷിക്കണം. അപ്പോ 1983 ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്ന സമയത്ത്, ആ വർഷം തന്നെ ശരിക്കും പറഞ്ഞ ഒരു പ്രൊട്ടക്ടഡ് റീജിയൻ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ കാസിറംഗ നാഷണൽ പാർക്ക്, 40 തൊട്ട് 50 റൈനോസ് ഉണ്ടായിരുന്നതിനെ വൈപ്പ് ഔട്ട് ചെയ്തു. അതായത് ഈ പോച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായാടികളാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടായി, അത് വലിയൊരു പ്രോബ്ലം ആയി. ഓക്കെ, അപ്പം ഈ ഒരു സ്ഥലങ്ങളില് ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസുകളില് നാഷണൽ ഈ പറഞ്ഞ പോലെ വൺ ഹോൺ റൈനോസറൻസിൽ അല്ലെങ്കിൽ റൈനോസിനെ എല്ലാം സംരക്ഷിക്കേണ്ട ഒരു അത്യാവശ്യ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വേറെ അങ്ങനെ അവൈലബിൾ അല്ല. ഇതൊരു വളരെ സ്പെഷ്യൽ സ്പീഷീസ് ആണ്. ഇന്ത്യയില് തന്നെ ആസാമിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കാസിറംഗ മറ്റേ വൺ ഹോൺ റൈനോസറസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലാവോഖവ ബുർച്ചാപോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയണം. ലൊക്കേഷൻ ആസാമിലാണെന്ന് പറഞ്ഞു. ആസാമിലെ പല പല ജില്ലകൾ, കേരളത്തിലെ 14 ജില്ല പോലെ ആസാമിലുണ്ട്. സോ നഗോൺ ഡിസ്ട്രിക്റ്റിലെ ആസാമിലാണ് ഇതുള്ളത്. ഇതിന്റെ സൈഡിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്, ബ്രഹ്മപുത്ര റിവർ. നിങ്ങൾ ആസാമിലെ ഇന്ത്യ മാപ്പ് ഗൂഗിൾ അടിച്ച് നോക്കണം. ഗൂഗിൾ അടിച്ച് നോക്കുമ്പോ ഇന്ത്യയുടെ പുറത്ത് ആണ് ബ്രഹ്മപുത്ര റിവർ ഉത്ഭവിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അതിലൂടെ ഒഴുകി, അതായത് ചൈനയുടെ ഒക്കെ മോൾ ഭാഗത്ത് നിന്ന് അത് ഒഴുകി വരുന്നത്, ഒഴുകിയിട്ട് നേപ്പാൾ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വന്ന് കറങ്ങി നമ്മുടെ ഇന്ത്യക്കകത്തേക്ക് അരുണാചൽ പ്രദേശ് വഴി എൻ്റർ ചെയ്യും. എന്നിട്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് എൻ്റർ ചെയ്തിട്ട് ആസാം വഴി കടന്നു വന്ന് ഇന്ത്യയിലെ ആസാം വഴി കടന്നു വന്ന് ബംഗ്ലാദേശില് എന്ന രാജ്യത്തെത്തി അവിടെ വെച്ച് ഗംഗാ നദിയുമായി വന്ന് കൂട്ടിമുട്ടി ഇവർ രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പോയി ഒഴുകി വീഴും. ഇങ്ങനെയാണ് ബ്രഹ്മപുത്രയുടെ ഒരു ഫ്ലോയുടെ പാറ്റേൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആസാമിലൂടെ അത് ഒഴുകുന്നുണ്ട്. അതിന്റെ തീരത്താണ് നമ്മുടെ ഈ നാഷണൽ പാർക്ക്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചു. 70 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ സ്പേസിൽ ഇഷ്ടംപോലെ വന്യജീവികളും ചെടികളും ഒക്കെ ഉള്ളതാണ്. സോ ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ, ഫോണ എന്ന് പറഞ്ഞാൽ ജീവികൾ. അതുകൊണ്ടാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്. സോ കണ്ടൽ കാടുകളും അതുപോലെ തന്നെ പല പല മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാവും. അതാണ് വൺ ഹോൺ റൈനോസറസ്. ഇതാണ് ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഉണ്ടല്ലോ, ടൈഗർ. എന്ത് ടൈഗർ? ബംഗാൾ ടൈഗർ, റോയൽ ബംഗാൾ ടൈഗർ. ഇവരെല്ലാം അവിടെയുണ്ട്. മാത്രമല്ല ഗംഗാട്ടിക് റിവറിൽ നമ്മുടെ
ഡോൾഫിൻ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ കടലിലാണ് ഡോൾഫിൻ ഉണ്ടാവാറുള്ളത്. എന്നാൽ അതായത് പുഴയിൽ ജീവിക്കുന്ന ഡോൾഫിനുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ പുഴയിൽ ജീവിക്കുന്ന ഡോൾഫിനുകളില് അങ്ങനെയുള്ള ഡോൾഫിൻ നമ്മൾ റിവർ ഡോൾഫിൻസ് വിളിക്കാം. അപ്പൊ ഗംഗാ നദിയിലുള്ള ഗംഗയില് ജീവിച്ചു വളരുന്ന ഡോൾഫിൻ ടൈപ്പ് മീനുകളുണ്ട്. ഓക്കെ, അത് ആ ടൈപ്പ് ഡോൾഫിനുകൾ എൻഡേഞ്ചേർഡ് ആണ്, അതായത് ഇല്ല, അവൈലബിൾ അല്ല, വളരെ കുറവാണ്. അതിനാണ് ഗാംഗാറ്റിക് റിവർ ഡോൾഫിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഈ ബ്രഹ്മപുത്രയായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ബേ ഓഫ് ബംഗാളിലേക്ക് വിടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് ബ്രഹ്മപുത്ര റിവറിൽ എന്തിനെ കാണുന്നുണ്ട്? ഈ പറഞ്ഞ ഡോൾഫിൻസിനെ റീസെന്റ് ആയിട്ട് കണ്ടു. അപ്പൊ അത് ഓർത്ത് വെച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ന്യൂസിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ലക്കവ ഗുറാച്ചപോരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിൽ നമ്മളിപ്പോ നോക്കിയത് ഏതായിരുന്നു? ലക്കവ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് ഞാനിപ്പോ ഡിസ്കസ് ചെയ്യും. ഇനി ഗുറാച്ചപോരി നോക്കി കഴിഞ്ഞാൽ അത് നഗോൺ ഡിസ്ട്രിക്ട് തന്നെയാണ് ഇൻ ആസാം. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 44 സ്ക്വയർ കിലോമീറ്റേഴ്സിലുണ്ട്. ഇത് റിസർവ് ഫോറസ്റ്റ് ആക്കുവാണ് ആദ്യമായിട്ട് ഇൻ 1974. അതിനുശേഷം 1995 റിസർവ് ഫോറസ്റ്റിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഇതൊരു പ്രത്യേക എക്കോസിസ്റ്റം ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. അപ്പോ ഈ കാസിറംഗ നാഷണൽ പാർക്കില്, അതും ആസാമിൽ തന്നെയുള്ള മറ്റൊരു വലിയ നാഷണൽ പാർക്കാണ്. ആ നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ടൈപ്പ് നാഷണൽ സാങ്ച്വറി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പുലികളില് അല്ലെങ്കിൽ ടൈഗറിനെ കുറച്ചൊക്കെ ഇവിടെയും കൊണ്ടുപോയി നമ്മൾ പാർപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് അതിലൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെയുള്ള ഇവിടെയും ഫ്ലോറ ഫോൺ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം. So the first topic which we need to understand in today's session is about the 2 wildlife sanctuaries in the Assam, state of Assam. And remember, there is a river flowing through the Assam, Brahmaputra. To the sides, on the sides of those Brahmaputra, we are having a very beautiful sanctuaries. So രണ്ടെണ്ണം ഓർത്തു വെക്കുക, important ആണ്. Why this one is very important? Because there is a recent news in the newspapers regarding this wildlife sanctuary. That's why we are giving importance to this sanctuary. Okay, so the first point, I think everyone is very clear about it. Now I'm moving to the second important topic. Today's topic is about the NASA's Chandra X-ray Observatory. As the term indicates, ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ടെലിസ്കോപ്പ് പോലത്തെ സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഔട്ടർ സ്പേസ്. വി ഓൾ നോ ദാറ്റ് വി ആർ ഇൻ എ വെരി, എന്താ പറയാ, ഒരു ചെറിയ കടുകുമണിയേക്കാളും ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞ് ഗാലക്സിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഗാലക്സിക്കകത്ത്, സോളാർ സിസ്റ്റത്തിന്റെ അകത്ത്, എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ അകത്ത്, ഏഷ്യ എന്നൊരു കോണ്ടിനെന്റിന്റെ അകത്ത്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അകത്ത്, കേരളം എന്നൊരു സ്റ്റേറ്റിന്റെ അകത്ത്, തൃശൂർ എന്നൊരു കുഞ്ഞു ജില്ലയ്ക്കകത്ത്, ഓരോരോ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ, പഞ്ചായത്തിന്റെ കീഴിൽ, വാർഡിന്റെ കീഴില് ഒരു വീട്ടിൽ താമസിക്കുന്ന വളരെ അശുവും പുഴുക്കളുമായിട്ടുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ ഔട്ടർ സ്പേസ്, അത്രയും വിശാല വലിപ്പമുള്ള അതിലേക്ക് ഇങ്ങനെ നോക്കി എന്താണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വി ആർ ഹാവിംഗ് ആൻ ഒബ്സർവേറ്ററി. ആൻഡ് നാസ ദർ ഇസ് ഹാവിംഗ്, നമുക്കറിയാം, അമേരിക്കയുടെ സ്പേസ് എക്സ്പ്ലോറേഷൻസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയ ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ISRO പോലെ. ദാറ്റ് ഇസ് നാസ. അവരുടെ എക്സ്റേ ബേസ്ഡ് ഒബ്സർവേറ്ററിയെ കുറിച്ചാണ് ന്യൂസ്. എന്താ ന്യൂസ്? അവര് ക്യാപ്ചേർഡ് മെഗാ സ്റ്റാർ എക്സ്പ്ലോഷൻ ഇൻ 30 ഡോറസ് ബി. ഒരു ഗാലക്സി സ്പേസിൽ, ഔട്ടർ സ്പേസിൽ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു സ്റ്റാറിന്റെ എക്സ്പ്ലോഷൻ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് ന്യൂസ് വരുന്നത്. അത്രയും. അപ്പൊ ന്യൂസിൽ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായി. നമുക്ക് എന്താ അറിയേണ്ടത്? എന്താണ് ഈ ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി, അത് ഏത് വർഷം വന്നു, അതിന്റെ ഡീറ്റെയിൽസ്, ഇത്രയാണ് നമുക്ക് പഠിക്കാൻ. നിങ്ങൾക്കറിയാം, ഒരു വലിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല, ഔട്ടർ സ്പേസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. I will give you some kind of social experiments which you will want to do. നിങ്ങളുടെ വീട്ടില് നല്ല രാത്രികളിലൊക്കെ ആകാശം കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഔട്ടർ സ്പേസ് നോക്കണം. അതായത് മഴയും കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത ഒത്തിരി നക്ഷത്രങ്ങളുള്ള ഔട്ടർ സ്പേസ് നോക്കി നമ്മളിങ്ങനെ കാത്തിരിക്കുവാണെങ്കിൽ
യു ക്യാൻ സി ഡിഫറെന്റ് കോൺസ്റ്റലേഷൻസ്, സ്റ്റാറുകളുടെ പല പല ഫോംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ഹണ്ടർ, വേട്ടക്കാരൻ, ഓറിയോൺ, അങ്ങനെ പല അലൈൻമെന്റ്സിലും കാണാൻ പറ്റും. ഈ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഒരു കവിതയുണ്ട്, ഒരു കവിത പണ്ടൊരു ഡയലോഗ് ഞാൻ പാടിയത് കേട്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് അനന്ത സംസാരം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന വേഗം, അതിങ്കലെങ്ങാനൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ആരെഴുതിയെന്ന് ഞാൻ മറന്നുപോയി. സോ ഇറ്റ്സ് വെരി ഫേമസ് വൺ. ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഓക്കെ, സോ ദേ ഒക്കേർഡ് മോർ ദാൻ 5000 ഇയേഴ്സ് പ്രയറിലാണ് സൂപ്പർനോവ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഈ എക്സ്റേ ഒബ്സർവേറ്ററി 1999 ജൂലൈ 23 നമ്മൾ ലോഞ്ച് ചെയ്യും. 23 വർഷത്തേക്ക് ഇത് സർവീസ് ഉണ്ട്. ഇത് ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ എക്സ്റേ ടെലിസ്കോപ്പ് ആണ്. സോ ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ എത്ര മെഗാ പിക്സൽ ക്യാമറ എന്ന് പറയുന്നത്. ഇത് 8 times ഗ്രേറ്റർ റെസൊല്യൂഷൻ ആണ്. ഇത്രയും പവർ, മെഗാ പിക്സലിനൊക്കെ മുകളിൽ ജിഗാ പിക്സലും അതിന്റെ മുകളിൽ ടെട്രാ പിക്സൽ ക്യാമറാസ് ഒക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഏറ്റവും വലിയ ഒബ്സർവേറ്ററീസ് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നാസയുടെ ഫ്ലീറ്റ് ആണ്. ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫ്ലീറ്റ് എന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന കൂട്ടം എന്നാണ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷില്. ഒരു ഷിപ്പിന്റെ കൂട്ടമാണ്. അതുപോലെ തന്നെ ഈ ഒബ്സർവേറ്ററീസിന് ഒരു കൂട്ടം നമ്മൾ ഔട്ടർ സ്പേസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹംബിൾ സ്പേസ്, അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ഹംബിൾ ടെലസ്കോപ്പ് ഉണ്ട്, സ്പിറ്റ്സർ ടെലസ്കോപ്പ് ഉണ്ട്, കോംപ്ടൺ ഗാമ എക്സ്റേ ഒബ്സർവേറ്ററി ഉണ്ട്. അങ്ങനെ അതിന്റെ കൂട്ടത്തിലേക്ക് ഇപ്പം ഓർമ്മയോടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന് മാത്രം നാസ പേരിട്ടിരിക്കുന്ന ചന്ദ്ര എന്നാണ്. ചന്ദ്ര എന്ന് അല്ലെങ്കിൽ ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പേരുകളാണ്. അപ്പൊ അമേരിക്കക്കാരന് ഇന്ത്യൻ പേരിടേണ്ട കാര്യമില്ലല്ലോ. സോ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റ് ഉണ്ട്, സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫിസിക്സിൽ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു ഡെഫിനറ്റ്ലി സെർച്ച് ആൻഡ് ഫൈൻഡ് സർട്ടൻ ഡോക്യുമെന്റ്സ് അസോസിയേറ്റ് വിത്ത് സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ച് ഒരു ഡ്വാർഫ് സ്റ്റാർ ആവുന്നത് എന്നുള്ള വലിയ കഥയുണ്ട്. അതിൽ ബ്ലാക്ക് ഹോൾ എങ്ങനെ ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര വലിയ സയന്റിഫിക് ഫിസിക്സ് ഉണ്ട് അതിൽ. സോ യു ക്യാൻ അങ്ങനെ അന്വേഷിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഔട്ടർ സ്പേസിൽ നിന്ന് സ്റ്റാറുകൾ പൊട്ടിത്തെറിക്കുകയും അത് ചുറ്റുവട്ടത്തുള്ള എല്ലാത്തിനെയും ആ സ്റ്റാറിന്റെ ഉള്ളിലെ ഗ്രാവിറ്റേഷണൽ പുള്ളിലേക്ക് വലിച്ചെടുക്കുകയും ആ വലിച്ചെടുക്കുന്നതിന്റെ അകത്തേക്ക് ഈവൻ സൺലൈറ്റുകൾ അല്ലെങ്കിൽ പ്രകാശം പോലും വലിച്ചെടുക്കുന്ന അവസ്ഥ വരുവാണെങ്കിൽ ആ സ്ഥലത്തിനെ നമ്മൾ കാണാൻ പറ്റില്ല, ഇരുണ്ട് കിടക്കും. അതിനെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും? എക്സ്റേകൾ വല്ലാതെ പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന എക്സ്റേകളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്റേ ടെലസ്കോപ്പ്. അപ്പൊ അത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എക്സ്റേ ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളതാണ് മീനിങ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇത് എന്താണ് സൂപ്പർനോവ എക്സ്റേ ഉണ്ടായെന്ന് വെച്ചാൽ 30 ഡോറഡാസ് ബി, ഒരു സ്പേസിലെ ഒരു സ്ഥലമാണ്, അങ്ങനെ വിചാരിച്ചാൽ ഒരു റീജിയൻ ഓഫ് സ്പേസ്. ആ ഏരിയയിലാണ് ഈ ഒരു സംഭവം നടന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടുപിടിച്ചു മാത്രം. ഇത് അത്ര സിമ്പിൾ സ്ഥലമൊന്നുമല്ല. 160,000 ലൈറ്റ് ഇയേഴ്സ് ഫ്രം എർത്ത്, അത്രയും ദൂരത്തിലുള്ള സ്ഥലമാണ്. അവിടെ യങ് സ്റ്റാർസ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ വേവ്സ്, ഷോക്ക് വേവ്സുകൾ ഉണ്ട്, സൂപ്പർ ഹീറ്റഡ് ഗ്യാസ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടെന്നാണ് ഇതിന്റെ ഫോട്ടോയിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. സോ അത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ മിൽക്കി വേ ഗാലക്സി, ലാർജ് മാഗ്നറ്റിക് ക്ലൗഡ് എന്താ, ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോർ യുവർ ക്യൂരിയോസിറ്റി യു ക്യാൻ റീഡ്. പരീക്ഷയ്ക്കൊന്നും ചോദിക്കാൻ പോകുന്നില്ല. And the first important topic in this session, we talk about the wildlife sanctuary, Laukova, Burcha, and the second one is about Chandra X-ray Observatory. And the third one, it is purely economics, Foreign Contribution Regulation Act, അഥവാ ഫെറ. ഇന്ത്യയില് 2 നിയമങ്ങൾ ഉണ്ടായിരുന്നു, ഫെറ ആൻഡ് ഫെമ. ഓക്കെ, ഫെറയും ഫെമയും ഉണ്ടായിരുന്നു. ഫെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ അല്ല, ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അപ്പൊ ഇവിടെ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, 2 വാക്കുകളുടെ മീനിങ് പഠിച്ചാൽ മതി. ഒന്ന് റെഗുലേഷൻ, മറ്റത് മാനേജ്മെന്റ്. ഈ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നമ്മൾ 100% കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഒരു രീതിയിലും അതിലൂടെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഒരു പൈപ്പിലൂടെ വെള്ളം പോവാണ്, അപ്പൊ ഞാൻ ടാപ്പ് ക്ലോസ് ചെയ്ത് പൈപ്പ് അങ്ങ് പൂട്ടുവാണെങ്കിൽ
അതെന്താണ്? ഒരു റെഗുലേഷനാണ്. ഓക്കെ, നേരെ മറിച്ച് വെള്ളം ഒഴുകി പോകുന്നുണ്ട്, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ആ വെള്ളത്തിൽ കൂടെ എന്തെങ്കിലും ഒരു കവറോ അല്ലെങ്കിൽ പേപ്പറോ വല്ല ഒഴുകിപ്പോയാൽ ആ പേപ്പർ മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. അതെന്താ ശരിക്കും പറഞ്ഞാൽ? അത് മാനേജ്മെന്റ് ആണ്. കാരണം എന്താ? ആ വെള്ളം ഒഴുകി പോകുന്നതിന് ഞാൻ തടയുന്നില്ല, പകരം അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നത്തിനെ മാത്രം എടുത്ത് മാറ്റി വെക്കും. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, വെള്ളം ഒഴുകി പോകണ്ട, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന രീതിയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോറിൻ മണി അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം ഇന്ത്യക്കകത്തേക്ക് ഇന്ത്യയുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള പൈസ വരാറുണ്ട്, ഫണ്ടിങ് വരും. അങ്ങനെ വരുന്ന ഫണ്ടിങ്ങിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്താൽ, ഓക്കെ, അതിന് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന നിയമം കൊണ്ടുവരുവാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഫെറ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ആക്ട് ആണെങ്കിൽ എന്താ? ഫെമയാണ്. അപ്പൊ റീസെന്റ് എന്തുകൊണ്ടാണ് ഈ ആക്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആയെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇന്ത്യക്കകത്ത് 1111 നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ സന്നദ്ധ സേവാ സംഘടനകൾ ഉണ്ടാവും, NGOs, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അവരെ ഈ നിയമം വെച്ച് അവരോട് എല്ലാവരോടും അവരവരുടെ കണക്കുകൾ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. ഇപ്പോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യയില് ഡൽഹിയില് കർഷക സമരം ഭയങ്കരമായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡൽഹിയിലെ കർഷകര് 6 മാസമായിട്ട് ഡൽഹിയിൽ വന്ന് താമസമാണ് ഈ സമരത്തിന് വേണ്ടി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ഞാനോ നിങ്ങളോ ഡെയിലി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് വിചാരിക്കുക. എനിക്കോ നിങ്ങൾക്കോ 6 മാസം കേരളത്തിലെ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസമൊക്കെ പോയി, അല്ലെ 2 ദിവസം പോട്ടെ, ഒരാഴ്ച പോയി നിൽക്കാൻ പറ്റും. 6 മാസമൊക്കെ പോയി നിൽക്കണമെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ? അത്രയും സാമ്പത്തിക ശേഷി എനിക്ക് ഉണ്ടാവണം. സ്ഥിരമായിട്ട് അത്രയും പൈസ കിട്ടണം. 6 മാസം എന്റെ വീട്ടിൽ നിന്ന് മാറി അവിടെ താമസിച്ച് അവിടെ ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ അത്രയും സമയം എടുക്കണ്ടേ? അപ്പൊ എന്റെ കയ്യിലോട്ട്, അല്ലെ എന്നെ പോലുള്ള സമരത്തിന് പോകുന്ന ആൾക്കാർക്ക് 6 മാസത്തേക്കുള്ള പൈസ ആരെങ്കിലും തന്നാൽ ആ ആൾക്കാരുടെ കൂടെ ഞാൻ പോയി നിൽക്കും. ശരിക്കും ഇന്ത്യയിലെ കർഷക സമരം നടന്നപ്പോ കർഷക സിഖുകാരാണ്, പഞ്ചാബിൽ നിന്ന് വന്ന കർഷകർ. ഇവര് ഡൽഹിയിൽ വന്ന് ക്യാമ്പ് ചെയ്ത് സമരം നടത്തുക. ഇവർക്ക് വന്ന പൈസ അല്ലെങ്കിൽ ഇവരുടെ ഈ കാര്യത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ് വന്നത് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന രാജ്യങ്ങൾ, മറ്റു രാജ്യത്തു നിന്നുള്ള ആൾക്കാര് ഈ പറഞ്ഞ സിഖുകാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും പൈസ ഇങ്ങോട്ട് കൊടുത്ത് നടത്തിയ ഒരു സമരമാണ് ഈ പറഞ്ഞ കർഷക സമരം എന്നൊരു ആരോപണം. സോ ഈ ആരോപണത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് കൊണ്ടുവന്നാണ്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. വേറെ സൈഡാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അങ്ങനെ പുറത്തു വരുന്ന പൈസ കട്ട് ചെയ്തു. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ഇതുപോലുള്ള സമരങ്ങൾ, ഇന്ത്യക്കെതിരെ ചെയ്യുന്ന സമരങ്ങൾക്കുള്ള ഫണ്ടിങ് കുറഞ്ഞു. ഫണ്ടിങ് ഇല്ലെങ്കിൽ 6 മാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രയും കൊടിയ തണുപ്പത്ത് ഭക്ഷണവും താമസിക്കാൻ വീടും ഇല്ലാതെ കർഷകർ സമരം ചെയ്യുമെന്ന്? ഇല്ല. സോ ദിസ് ഇസ് എ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് പത്രത്തിൽ റീസെന്റ് ആയിട്ട് വരുന്നത് പല റീസൺസ് ഉണ്ട്. അപ്പൊ ഇതിന് പറയുന്നത് തൈവാന്റെ ബേസ് ചെയ്തിട്ട്, തൈവാൻ ഹെഡ്ക്വാർട്ടർ ആയിട്ട് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് ഓർഡർ, ഓക്കെ, അവർക്ക് ഈ ഇതിനെ ബേസ് ചെയ്ത് അന്വേഷണം ഫോറിനിൽ നിന്ന് പൈസ വരുവാണ്. ഇതെല്ലാത്തിനും കണക്ക് കാണിക്കണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ കൃത്യമായി കണക്ക് കാണിക്കണം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു. വേണ്ട തന്നെയാണ്, അതിൽ തെറ്റൊന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഫെസ്? എന്താണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്റിംഗ് ആക്ട്? ഓക്കെ, സോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്റിംഗ് ആക്ട് എമർജൻസി, ഇന്ത്യയിൽ 1976 എമർജൻസി വന്നപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ പറഞ്ഞ റീസൺ ആണ്. ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റു രാജ്യക്കാർ പൈസ കൊടുക്കും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ സാധനത്തിനെ 2010 നമ്മൾ അമെൻഡ് ചെയ്തു. എന്നിട്ട് 2020 ആയപ്പോ എന്തായി? കുറച്ചും കൂടി ടൈറ്റ് ചെയ്തു. എന്നിട്ട് NGOകളെ എല്ലാത്തിനെയും പൂട്ടിക്കെട്ടി. ഓക്കെ, അപ്പൊ ഈ ഫെറ വെച്ചിട്ട് നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ NGO തുടങ്ങുന്നുണ്ടെങ്കിൽ ഫോറിൻ ഫണ്ടുകൾ എടുക്കണമെങ്കിൽ ഓൺലൈൻ ഫോർമാറ്റിലേ പറ്റുള്ളൂ. അക്കൗണ്ട് വഴി പൈസ വാങ്ങിച്ചു, അല്ലാതെ വെറുതെ വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ കുറെ കണ്ടീഷൻസ് എല്ലാം ആർക്കൊക്കെ പറ്റുള്ളൂ? ഇൻഡിവിജ്വൽ അസോസിയേഷൻ, കൾച്ചർ, എക്കണോമിക്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, സോഷ്യൽ, ഇങ്ങനെയൊക്കെ പൈസ വെക്കാം. അത് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയുടെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ എൻക്വയറീസ് നിങ്ങൾക്കെതിരെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ആവശ്യമില്ലാതെ പൈസയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ള കഥയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ബാക്കിയുള്ള കഥകൾ നിങ്ങൾ
ജസ്റ്റ് വായിച്ചാൽ മതി. ഫെറ അപ്രൂവൽ എത്ര കൊല്ലത്തേക്ക് കിട്ടും? 5 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ടാവുക. സോ റെസ്റ്റ് ഓഫ് ദ തിങ് ഈസ് സ്റ്റോറി. Okay, and the most what are the topic which we discussed till this point of time? One is about the sanctuaries. ഏതൊക്കെയാണ്? ലൗകവ, ബുർച്ചാപുരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. And the second important topic is Chandra X-ray Observatory. And the third important point is about the Fera. Okay, ഫെറയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു ഇഷ്യൂ ആണ്. ദാറ്റ് ഇസ് അബൌട്ട് ദ ട്രൈബൽ ഇഷ്യൂ, കുക്കി ട്രൈബ്സ്. ഈ കുക്കീസ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കി ബിസ്ക്കറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. കുക്കീസ് എന്ന് പറഞ്ഞാല് ആസാം അല്ല, മണിപ്പൂരിലെ ഉള്ള ഒരു ട്രൈബ്സ് ഗ്രൂപ്പാണ്. ഈ മണിപ്പൂര്, മേഘാലയ, സിക്കിം, ത്രിപുര ഇങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞ് ട്രൈബൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവരാണ് അവിടെ കൂടുതലുള്ളത്. സോ അവർക്ക് അവരുടേതായ നിയമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. സോ അവരാണ് അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മണിപ്പൂരില് കഴിഞ്ഞ എനിക്കൊന്ന് 1 വർഷമായിട്ട് അവിടെ ഇപ്പോഴും കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പത്രക്കാരത് മൈൻഡ് ചെയ്യാത്തത് മാത്രമാണ്. ഓക്കെ, കലാപങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അത് ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് ഭരിച്ച സമയത്തുണ്ടായ കലാപമാണെന്നല്ല. ശരിക്കും ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. 2 പ്രോമിനന്റ് ട്രൈബുകളാണ് മണിപ്പൂരിലുള്ളത്. ഒന്ന് മൊയ്ത്തോയി ആൻഡ് കുക്കീസ്. മൊയ്ത്തോയി ഞാൻ പറയുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് കൂടെ നോക്കൂ. ഇതാണ് മൊയ്ത്തോയി, അടുത്താണ് കുക്കീസ്. ഈ മൊയ്ത്തോയി കുക്കീസ് തമ്മിലാണ് ഈ അടിപിടി മുഴുവൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതില് ഈ മൊയ്ത്തോയികൾക്ക് ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസ് കിട്ടണം എന്നൊരു വലിയൊരു ആരോപണമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുക്കീസിന് അത് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ കുക്കീസിന് ചില ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നു, മൊയ്ത്തോയ്ക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഉള്ള പ്രോബ്ലംസും അടിപിടിയും വർഷങ്ങൾക്ക് മുമ്പേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ വലിയ സായുധപരമായിട്ടില്ല, ബൈ യൂസിങ് ആംസ് ആൻഡ് വെപ്പൺസ് സമരം നടത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ആണ് കുക്കീസ് ആൻഡ് മൊയ്ത്തോയ്. അന്ന് അവർ ഒരുമിച്ചായിരുന്നു സമരം ചെയ്തോണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി, 1 minute, അവര് ഒരുമിച്ചാണ് അന്ന് സമരം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരുമിച്ച് സമരം ചെയ്ത ആ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ഈ മൊയ്ത്തോയും കുക്കീസും ഇപ്പൊ എങ്ങനെ ഇത്രയും വലിയ ശത്രുക്കളായി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. 1 minute. ശ്യാം കൃഷ്ണ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ശ്യാം കൃഷ്ണ PS, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ ശ്യാമേ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ട്. സനീഷ് സ്ക്രീൻ കാണുന്നുണ്ടോ? സാർ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിർത്തോട്ടെ. പിള്ളേരെ എവിടെ പോയി നോക്കട്ടെ. അപ്പോ ഈ മൊയ്ത്തോയി, ഞാൻ പറഞ്ഞല്ലോ, മൊയ്ത്തോയി ആൻഡ് കുക്കീസ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ചരിത്രമുണ്ടോ? അവര് ഈ തമ്മിലടിക്കുന്ന ഒരു വലിയ ഭീകര കലാപത്തിലേക്ക് എത്തുന്നതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ രസമുള്ള കാര്യമാണ്. എനിവേ, ഇപ്പൊ അവർ തമ്മിൽ അടിപിടി ഉണ്ട്, സമരം നടന്നുകൊണ്ടിരിക്കുക. സോ ചീഫ് മിനിസ്റ്റർ ഓഫ് മണിപ്പൂർ, ഓക്കെ, ബരൺ സിംഗ് കൺസിഡർഡ് ഒരു കമ്മിറ്റിനെ വെച്ചു. എന്തിനാണ്? ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസ് ടു കുക്കീസ് കൊടുക്കാനുള്ള തീരുമാനം. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ്ടും അടിപിടി ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് കുക്കീസ് മൊയ്ത്തോയ് കലാപത്തിന്റെ റീസൺ. പല റീസൺസ് ഉണ്ടായാലും ഒരു റീസൺസ് കൂടുതൽ എക്കണോമിക്കൽ റീസൺസ് ആണ്. ഒരു കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, മറ്റേ കമ്മ്യൂണിറ്റിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ വർഷങ്ങളായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമുകളിൽ താമസിക്കുന്ന ഒരു മൊയ്ത്തോയികള് താഴ്ന്ന സമതലങ്ങളിൽ അല്ലെങ്കിൽ താഴ്വരകളിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാഭ്യാസവും സർക്കാർ ജോലി കിട്ടിയിട്ടുള്ളത് മൊയ്ത്തോയികൾക്കാണ്. കുക്കീസിന് അത്ര ഒരു എന്താ പറയാ, കുക്കീസിന് ഒരു ബാക്ക്വേർഡ് സ്വഭാവം ഉണ്ട്. അപ്പൊ ഇത് വലിയ പ്രശ്നമായിരുന്നു ഇവര് തമ്മിൽ.
ഓക്കെ, അങ്ങനെയാണ് വീണ്ടും അടിപിടി ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ ബുദ്ധിയാണ്, അവര് ആണ് ഈ രണ്ടായിട്ട് മുറിച്ച് ഇവരെ സ്പ്ലിറ്റ് ആക്കി കൊടുത്തത്. എന്നിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി അവിടെ അപ്ലൈ ചെയ്തു. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. സോ മണിപ്പൂരിലും മിസോറാം, ആസാമിലും ബർമയിലും പരന്നു കിടക്കുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് കുക്കി ട്രൈബ്സ്. ഓക്കെ, ഇപ്പൊ കൊളോണിയൽ റൂളിലാണ് ഇവർക്ക് ഒരു പേരൊക്കെ വന്ന് വീഴുന്നത്, അതുവരെ ഒന്നും ഇല്ലായിരുന്നു. സോ മണിപ്പൂരിൽ വേരിയസ് കുക്കി ട്രൈബ്സ് ഉണ്ടായിരുന്നു. മെയിൻലി കണ്ടോ മലമുകളിലാണ്. ടോട്ടൽ പോപ്പുലേഷന്റെ 30% അവരുണ്ട്. ഇവർക്ക് ആനുകൂല്യം ഇല്ല, കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് പരാതി. ഓക്കെ, അപ്പൊ അങ്ങനെ 50 ട്രൈബ്സ് ഓഫ് കുക്കി പീപ്പിൾസ് ഇൻ ഇന്ത്യ വർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അങ്ങനെ ഈ ഗ്രൂപ്പിലെ 50 ടൈപ്പ് ട്രൈബ്സിനെ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്കി ബാക്കിയുള്ളവരാക്കണം. ഇങ്ങനെ ഒരു ക്ലാഷ്, ഒരു എന്താ പറയാ, ഒരു ഡിവിഷൻ ഇവർ തമ്മിൽ ഉണ്ടായതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ വേറൊരു വലിയ പ്രശ്നം, ഇതിനെ റിലീജിയസ് ആസ്പെക്ടിലേക്ക് ചിന്തിച്ചാൽ ഈ മലമുകളിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ട് ജീവിച്ച കുക്കികളുടെ ഇടയിൽ ഈ മിഷണറിമാരുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് പലരും. മിഷണറിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യൻ മിഷണറീസ് പ്രത്യേകിച്ച്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറീസ് അവിടെ പ്രവർത്തിക്കുകയും ആ മജോറിറ്റി മലമുകളിൽ താമസിക്കുന്ന കുക്കികളിൽ കുറെ ഭാഗങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ പ്രോബ്ലം ഉണ്ട്. മൊയ്ത്തൊയ്കള് ഒരു ഹിന്ദു ക്ലാസ് കമ്മ്യൂണിറ്റിയും കുക്കികൾ ഇപ്പത്തെ സിറ്റുവേഷൻ നോക്കി അത് ക്രിസ്ത്യൻ ക്ലാസ് കമ്മ്യൂണിറ്റി ആയിട്ട് പതുക്കെ മാറി. ശരിക്കും ഇപ്പം നമ്മൾ അതിനെ നോക്കിക്കാണുന്ന ക്രിസ്ത്യൻ ഹിന്ദു അടിപിടി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കലാപമാണെങ്കിൽ എന്റെ പേഴ്സണൽ വ്യൂവിൽ ചോദിച്ചാൽ അത് അങ്ങനെയല്ല കലാപം. അതിന്റെ ബാക്ക് സ്റ്റോറിയിലാണ് കലാപം. ക്രിസ്ത്യാനിറ്റിക്കും ഹിന്ദുയിസത്തിനും അതിൽ വലിയ റോളൊന്നുമില്ല. പക്ഷെ ആ ഒരു കളർ ഫ്ലേവർ നമ്മൾ പലപ്പോഴും ചേർത്തിട്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള മറ്റൊരു കാര്യം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആ വില്ലേജിന് ഒരു ചീഫ് ഉണ്ട്, അയാളെ ലാൽ എന്ന് വിളിക്കുക. അങ്ങനെ കുറച്ച് കഥകൾ മതി. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കുക്കീസ്, മൊയ്ത്തോയ് ആൻഡ് വാട്ട് ആർ സിറ്റുവേഷൻസ്. വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് പല ഡീറ്റെയിൽസും തപ്പാം കേട്ടോ. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഈ മൊയ്ത്തോയ് ആൻഡ് ഓൾസോ കുക്കീസിന്റെ ഹിസ്റ്റോറിക്കൽ ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ബിറ്റ് കോയിൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബിറ്റ് കോയിൻസ്. ഈ ബിറ്റ് കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയ സാധനം. ഉദാഹരണം പറഞ്ഞാൽ വെർച്വൽ മണി എന്നൊരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു, വെർച്വൽ മണി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മളിപ്പം കുറെയൊക്കെ വെർച്വൽ മണി ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പൊ എന്റെ കയ്യില് അക്കൗണ്ടിൽ നിന്ന് ഞാൻ നമ്മുടെ ക്ലാസ്സിലെ അപർണയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി 1000 രൂപ അയച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 എന്നൊരു നമ്പർ കുറയുകയും അപർണയുടെ അക്കൗണ്ടിൽ 1000 എന്നൊരു നമ്പർ കൂടുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊരു വെർച്വൽ മണി അല്ലേ? കാരണം എനിക്ക് ആ പറഞ്ഞ 1000 ഞാൻ അപർണയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നിടത്ത് അത് തെളിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് തൊട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഇതില്. 1000 കുറഞ്ഞു, അവിടെ 1000 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. വേറെ അതില് നേരെ മറിച്ച് 1000 നോട്ട് കൊടുത്താൽ അപർണയ്ക്ക് പറയാം, ഇത് ഇന്ന ആൾ തന്ന 1000 നോട്ടാണ്, എന്റെ കൈ കൊടുത്താ ഞാൻ കയ്യിൽ പൊക്കി കാണിക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, വെർച്വലാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വെർച്വൽ കാറ്റഗറി കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ റുപ്പീസ് എന്ന് പറയുന്നത്, ഞാനിപ്പോ അപർണയ്ക്ക് 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ 1000 റുപ്പീസ് ആണ് കൊടുക്കുന്നത്. ഈ റുപ്പി എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അല്ലെങ്കിൽ റുപ്പി എന്നുള്ള ആ ഒരു മണി ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ടേം, ആ ടേം മാറ്റിയിട്ട് വേറൊരു പേരിട്ടാൽ കുറച്ചുകൂടി ഈസിയായി. അപ്പം ഗവൺമെന്റിനോ ഒരു ഗവൺമെന്റിനും കൺട്രോൾ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഇലുമിനാറ്റീസ് അല്ലെങ്കിൽ എന്താ പറയാ അനാർക്കിസ്റ്റ്, അരാജകവാദികളായിട്ടുള്ള ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ലോകത്തിലെ ഒരു രാജ്യവും അതിന്റെ നിയമങ്ങളും പാലിക്കാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വെർച്വൽ ആയിട്ടുള്ള കോയിൻസ് അല്ലെങ്കിൽ കറൻസി ഉണ്ടാക്കി ആ കറൻസിക്ക് പറഞ്ഞവരാണ് ബിറ്റ്കോയിൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. അത് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റി, പതുക്കെ പതുക്കെ പല രാജ്യങ്ങളും അത് ഉപയോഗിച്ചു തുടങ്ങി അല്ലെങ്കിൽ അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് ന്യൂസ്. സോ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ബിറ്റ്കോയിൻ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഗൂഗിൾ അടിക്കുക, 1 ബിറ്റ്കോയിൻ ഈസ് ഈക്വൽ ടു ഹൗ മച്ച് റുപ്പീസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു ബിറ്റ്കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ഒരു വെർച്വൽ ബിറ്റ്കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇന്ത്യൻ റുപ്പീസിന്റെ അവകാശിയാണെന്ന് അപ്പൊ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും. ബിക്കോസ് 1 ബിറ്റ്കോയിൻ അത്രയും റുപ്പീസ് വരും, ഭയങ്കര എമൗണ്ട് അത്. ഓക്കെ, സോ ജസ്റ്റ് ദാറ്റ് ഈസ് അബൌട്ട് ദ
ബിറ്റ് കോയിൻ. അപ്പൊ ഇതെന്താ റീസെന്റ് ന്യൂസിൽ വരാൻ വെച്ചാൽ അമേരിക്ക റെഗുലേറ്റേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം അപ്രൂവ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ദാറ്റ് ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ബിറ്റ് കോയിൻസ്. ബിറ്റ് കോയിൻസ് ഉപയോഗിച്ച് ട്രേഡിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം US കൊടുക്കുന്നതാണ്. അപ്പം പല രാജ്യങ്ങളും ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങിയെന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ എന്താണ് ബിറ്റ് കോയിൻസ് നോക്കാം. ഒരു ഡിജിറ്റൽ കറൻസി, ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ഇൻസ്റ്റന്റ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു സോഫ്റ്റ്വെയർ ആണ്, കമ്പ്യൂട്ടർ ബേസ് ചെയ്ത സോഫ്റ്റ്വെയർ പോലെയാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾ. അതായത് ആർക്ക് വേണമെങ്കിലും അതിൽ മാറ്റം വരുത്താം. ആരാണ് ഈ ബിറ്റ് കോയിൻ കൊണ്ടുവന്നത് ഇന്നും ആർക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഇലുമിനാറ്റി ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ സാധാരണഗതിയിൽ ഇതൊരു ജപ്പാൻ ബേസ് ചെയ്തിട്ട് ഒരാളാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അയാളുടെ പേര് സതോഷി നാക്കമോട്ടോ എന്ന പേരിലാണ് ഐഡന്റിറ്റി പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. എനിവേ അങ്ങനെ പറയുന്നുണ്ട്. റീസെന്റ് ഒരു ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ വന്ന് പത്രസമ്മേളനം നടത്തി ഞാനാണ് സതോഷി നാക്കമോട്ടോ എന്നൊക്കെ പറയുണ്ടായിട്ടുണ്ട്, ഞാനും തെളിവില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് ദ ബിറ്റ് കോയിൻസ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസി. ഡീസെൻട്രലൈസ്ഡ് എന്നൊരു വാക്കിന്റെ മീനിങ് മനസ്സിലാക്കുക. എന്റെ കയ്യിൽ 500 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. നേരെ മറിച്ച് സോറി, എന്റെ കയ്യിൽ 500 രൂപയുടെ ഓൺലൈൻ പൈസയാണ്, അത് എന്റെയാണ്. അതിലെ റിസർവ് ബാങ്കിന് യാതൊരു കൺട്രോൾ ഇല്ല. അതാണ് സെൻട്രലൈസ്ഡ് കറൻസി ഡീസെൻട്രലൈസ്ഡ് കറൻസി എന്നുള്ള വ്യത്യാസം. ഓക്കെ, ഇന്റർനെറ്റ് വഴി നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ബാങ്കും ഇല്ല, ഒന്നുമില്ല, ഒരു നിയമവും അതിന് ബാധകമില്ല. ഇതാണ് ബിറ്റ് കോയിൻസ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Okay, now I am revising all the topics which we discussed today. First topic, we'll talk about the wildlife sanctuary Assam. രണ്ടെണ്ണം ഉണ്ട്, മറന്നു പോലും. And the second topic, we talk about the Chandra X-ray Observatory. And the third one is Foreign Contribution Regulation Act. And the fifth important topic is about the Kuki tribes. And the sixth topic, it's about the ബിറ്റ്കോയിൻസ്. അപ്പൊ അങ്ങനെ 6 വളരെ രസകരമായിട്ടുള്ള 6 ടോപ്പിക് നമ്മൾ നോക്കിയിട്ടുണ്ട്. Now I am moving to the next one. One minute. Let's start the next session. Next big note session. And the first topic which we are discussing today in this session is Swadesh Darshan 2.0 scheme. രാഗി എന്റെ PDF കാണാൻ പറ്റുന്നുണ്ടോ? സ്വദേശ് ദർശൻ കാണാൻ പറ്റുന്നുണ്ടോ? രാഗി ഉണ്ടോ? ഹരികൃഷ്ണൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നു. ഓക്കെ, ഭരദ്വാജ് കാണാമോ? സർ കാണാൻ പറ്റുന്നുണ്ട്. ഗോപിക കാണാമോ? അപ്പം സ്വദേശ് ദർശൻ 2.0 ആണ്. അപ്പൊ റീസെന്റ് പത്രത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? സ്വദേശ് ദർശൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങൾ സ്വദേശം കാണുക, ദർശിക്കുക. അപ്പൊ ടൂറിസം ആണ്. മിനിസ്ട്രി ഓഫ് ടൂറിസം ഒരു പരിപാടി. ഓക്കെ, അപ്പൊ അത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ടൂറിസം. അപ്പൊ ഡേബ്രിഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് കിന്ദ വില്ലേജ് ഡെവലപ്ഡ് അണ്ടർ ദ സ്കീം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ സെലക്ട് ചെയ്ത് അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കാന്നുള്ള ടൂറിസം. അപ്പൊ അങ്ങനെ ആ ഗ്രാമങ്ങൾക്ക് പൈസ കിട്ടുന്ന രീതിയിൽ ഒരു സ്കീം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 100% ഇതിന്റെ പൈസ മുഴുവൻ കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഒരു സ്റ്റേറ്റും കൊടുക്കുന്നില്ല. സോ സ്റ്റേറ്റിൽ നടത്തുവാണ്. ഓക്കെ, അപ്പൊ ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അന്വേഷിച്ച് പിടിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് അതിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഫണ്ട് എല്ലാം റിലീസ് ചെയ്ത് അവിടെ കാര്യം നടത്തുന്നത്. ഓക്കെ, അപ്പൊ വേറെ അതില് വലിയ ഡീറ്റെയിൽ പോയിന്റ്സ് ഒന്നും ഓർത്തു വെക്കാനില്ല. ദാറ്റ് ഈസ് അബൌട്ട് ദ സ്വദേശ് ദർശൻ വാക്കിൽ തന്നെ മനസ്സിലായി. അപ്പൊ ഇത് എവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? റീസെന്റ് ഒഡീഷയിലെ ഡേബ്രിഗ, കിണ്ട എന്ന സ്ഥലങ്ങളില് ഇങ്ങനെ സ്വദേശം കാണാൻ പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അതായത് ഗ്രാമപ്രദേശത്തിൽ കാണിച്ചു കൊടുത്ത് ടൂറിസം ഉണ്ടാക്കി ഗ്രാമങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പൊ അതിനുവേണ്ടി പല സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് ഝാൻസിയും പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലും, പിന്നെ ഗ്വാളിയാർ
സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഗ്വാളിയർ. പിന്നെ ചിത്രകൂട്. ഓക്കെ, സീതയായിട്ട് രാമന്റെ സീതയുമായിട്ട് ബന്ധപ്പെട്ട്, രാമായണത്തിലെ സീതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഖജുറാഹോ ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് മധ്യപ്രദേശിൽ. അജന്ത എല്ലോറ കേവ്സ് മഹാരാഷ്ട്രയിലെ ബുദ്ധിസ്റ്റ് ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫേമസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്വദേശ് ദർശൻ കാണാനുള്ള ഒരു ടൂറിസം പ്ലാൻ, എക്കോ ടൂറിസം, അങ്ങനെ കുറച്ച് കാറ്റഗറിയാണ്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് വിച്ച് വി നീഡ് ടു നോ. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ പെസ ആക്ട്. പെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഒരു നിയമമാണ്. നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തിന്റെ നിയമമാണ്. അപ്പൊ ആ പഞ്ചായത്തിന്റെ ഏരിയ, അതിന്റെ എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ട് ആണ്. ദാറ്റ് ഈസ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾ ഏരിയ ആക്ട് 1996. പത്രത്തിൽ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് അന്വേഷിക്കും. എന്താണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് 2-day റീജിയണൽ കോൺഫറൻസ് നടത്തി. ഈ പെസ ആക്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി 2 ദിവസത്തെ ഒരു കോൺഫറൻസ് നടത്തി എന്നുള്ളതാണ് പത്രത്തിൽ ന്യൂസ് വന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പം എന്താണ് പെസ എന്ന് അന്വേഷിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ആ പരിപാടിക്കകത്ത് ആരെങ്കിലും പങ്കെടുത്തുള്ള കണക്കാണ് താഴെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് എന്തേ ഉള്ളൂ? നമുക്കറിയേണ്ടത് പെസ എന്താണ്. ഈ നിയമം 96-ലാണ് വന്നത്, ഇനാക്ടഡ്. എന്തിനാണ് ഇത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾക്ക് എന്തൊക്കെ പ്രൊവിഷൻസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തെ പാർട്ട് 9 റിലേറ്റ് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് ആക്ച്വലി. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണ് പെസ. അപ്പൊ ഈ പെസ പ്രകാരം എന്താണ്? ഈ ഓരോ സംസ്ഥാനങ്ങളിലും ജില്ലകൾ ഉണ്ടാവും. ജില്ലകൾക്കകത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പഞ്ചായത്തിന്റെ അകത്തുള്ള ഷെഡ്യൂൾ ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ, നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ആർട്ടിക്കിൾ 243 തൊട്ട് 243 വരെ. 243, 243A, 243B, 243 അങ്ങനെ ZT വരെ ഉള്ള വലിയ നീണ്ട സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പെസ ആക്ട്, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ആക്ട് ഉണ്ടാക്കുന്നത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ് അടുത്തത്. ഈ പെസ ആക്ട് ആര് പറഞ്ഞിട്ടാണ് വന്നത്? ബൂരിയ കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ് 95. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പെസയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. ഓരോ പഞ്ചായത്തിലും ട്രൈബൽ കമ്മ്യൂണിറ്റി വന്നാൽ അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവരെ മറ്റുള്ളവരെ കൂടുതൽ മിക്സ് ചെയ്ത് കൊളാക്കരുത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഓരോ പഞ്ചായത്തിലും ഗ്രാമസഭകൾ കൂടി തീരുമാനമെടുക്കണം. ഡെവലപ്മെന്റ് പ്ലാൻസ് അവർ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ആണ് പെസ ആക്ടില് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ 5-ാമത്തെ ഷെഡ്യൂൾ, 5th ഷെഡ്യൂളില് പറയുന്ന കാര്യങ്ങളും ഷെഡ്യൂൾ ഏരിയ, ഷെഡ്യൂൾ ട്രൈബ്സ് അതർ ദാൻ ആസാം, മണിപ്പൂർ, മേഘാലയ ആൻഡ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം, ഇവിടെ അല്ലാത്ത എല്ലാ ഷെഡ്യൂൾ ഏരിയ, ഷെഡ്യൂൾ ട്രൈബിലുള്ള ആൾക്കാരെയും കൺസിഡർ ചെയ്യണം എന്നുള്ളതും പെസ ആക്ടിന്റെ ഒരു പോളിസിയാണ്. ഓക്കെ, സോ ബാക്കിയുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. സോ വാട്ട് ആർ ദ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇൻ പെസ? ഇതുവരെ പറഞ്ഞു നോക്കിയാൽ, ഒന്ന് സ്വദേശ് ദർശൻ. ഓക്കെ, അത് വാക്ക് മനസ്സിലാവുമ്പോൾ തന്നെ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഓർമ്മ വേണം. 2, പെസ ആക്ട് 96. ഓക്കെ, അത് എന്താണ്, ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഹിയർ, ഇറ്റ് ഈസ് അബൌട്ട് ദ സെബി. ഇപ്പൊ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സെബിയുടെ ഒരു ഉദ്യോഗസ്ഥ, ഇപ്പോഴത്തെ സെബിയുടെ ചീഫ് എന്ന ലേഡി, പേര് ഞാൻ രോഹിണി എന്തോ പേരാണ് മറന്നു. ഓക്കെ, ഇന്നത്തെ പത്രം നിങ്ങൾ നോക്കി കാണാൻ പറ്റും. സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ഓഫീസിന്റെ മുമ്പിൽ അവിടുത്തെ എംപ്ലോയീസ് എല്ലാം ഇതിന്റെ ഹെഡ് ആയിട്ടുള്ള ലേഡി രാജിവെക്കണം എന്ന് പറഞ്ഞ സംഭവം, ബിക്കോസ് കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ സെക്യൂരിറ്റീസും എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കുറച്ചുകൂടെ ഈസിയർ നോംസ് കമ്പനികൾക്ക് വേണ്ടി പബ്ലിക്കിന്റെ ഇടയിൽ ഷെയർ, അതായത് ഓരോ കമ്പനി, ഇപ്പൊ ഞാൻ കമ്പനി തുടങ്ങി, എന്റെ കമ്പനിയുടെ ഷെയറുകൾ നിങ്ങൾക്ക് ഞാൻ തരുവാണ്. നിങ്ങൾക്ക് വെറുതെ എന്റെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യണം? എന്റെ കമ്പനിയുടെ ഷെയർ ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ NSE, BSE അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണ് ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ കൊടുക്കുന്നതെങ്കിൽ ആ കമ്പനി ആ ഷെയറുകൾ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുക്കും. അപ്പൊ ആ ലിസ്റ്റിന്റെ അകത്ത് പെർമിഷനുള്ള ആൾക്കാർ കയറി ഏത് കമ്പനിയുടെ ഏത് ഷെയർ ആണെന്ന് മേടിക്കാനും വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഷെയർ മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്ത്യയില് ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിന്റെ കാര്യങ്ങൾ, അല്ലെ ഓരോ കമ്പനിക്ക് ഈ സെബിയിൽ ലിസ്റ്റ് ചെയ്യാൻ, ആ പേരിടാൻ വേണ്ടി ജനങ്ങൾക്ക് സാധനം വാങ്ങിക്കണം. അപ്പൊ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു.
ആ നിയമങ്ങൾ കുറച്ച് ഈസിയർ ആക്കി എന്നുള്ളതാണ് പത്രത്തിൽ ഇത് ന്യൂസ് ആയി വരാനുള്ള റീസൺ. സോ ദാറ്റ്സ് വൈ സെബിയെ കുറിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇത് കഥയാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചത്. ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്. സെബി 92-ലാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 88-ലെ റെസൊല്യൂഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വഴി വരുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് നിയമമാണ്? സെബി ആക്ട്, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 92-ലെ നിയമമാണ്. സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്, ഡൽഹിയിലല്ല. എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര മുംബൈയിലാണ്. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്ട്രിയാണ് ഇതിന്റെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനൊരു ചെയർമാൻ ഉണ്ടാവും. ഓക്കെ, സെബി ഒരു ഓർഗനൈസേഷൻ ആണ്, ചെയർമാൻ ഉണ്ടാവും. അതിന്റെ താഴെ മെമ്പേഴ്സ് 2 പേര്, ഓഫീസർ യൂണിയൻ മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്ററിലെ, പിന്നെ ഒരു മെമ്പർ റിസർവ് ബാങ്കിന്റേത്, പിന്നെ ഒരു 5 മെമ്പർമാരുണ്ട്. അത് ഈ താഴെ പറയുന്നു. അറ്റ്ലീസ്റ്റ് 3 പേര് സെബിയുടേതും 2 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ, അങ്ങനെ ഒരു സെപ്പറേഷൻ അതിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ സെബിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അടിപിടികളോ പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിലോട്ട് ആദ്യം പോകണ്ട, അതിനുവേണ്ടി മാത്രമായിട്ട് കോടതി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്യൂരിറ്റി ട്രിബ്യൂണൽ, സെക്യൂരിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ അഥവാ സാറ്റ്. ഓക്കെ, യെസ് യെസ്. അലീന കെ ശ്രീധർ കാണുന്നുണ്ടോ? സാർ കാണാം. ശരി, സോ ഇതാണ് സെബി. അപ്പൊ സെബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നിയമ സ്ഥാപനമാണ്, എന്നാൽ കോടതി പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പകുതി നിയമസ്ഥാപനം എന്നും പകുതി ജുഡീഷ്യൽ സ്ഥാപനം എന്ന് പറയാം. അതുകൊണ്ടാണ് ക്വാസി ലെജിസ്ലേറ്റീവ് ആൻഡ് ക്വാസി ജുഡീഷ്യൽ ബോഡി. അപ്പൊ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്നില്ല. അപ്പം ഈ സെബി എന്തുണ്ടാക്കുന്നുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഇനി ആരെങ്കിലും ഒക്കെ മോശം കാണിച്ചാലോ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും സെബിക്ക് പറ്റും. അതുകൊണ്ടാണ് അതിനെതിരെ ജുഡീഷ്യൽ ബോഡി എന്നും വിളിക്കാൻ കാരണം. ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കാൻ. സോ ഇത്രയും പോയിന്റ്സ് സെബിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ബാക്കിയുള്ള കഥകൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഷെയർ മാർക്കറ്റോട് ബന്ധം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ബജറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എല്ലാ വർഷവും ഇന്ത്യൻ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി പാർലമെന്റിൽ അടുത്ത വർഷത്തേക്ക് എത്ര രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കാറുണ്ട്. അതിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം ബജറ്റ് എവിടെയാണ് അവതരിപ്പിക്കുന്നത്? പാർലമെന്റിന്റെ ഓരോ മീറ്റിംഗിലാണ്. പാർലമെന്റിന്റെ മീറ്റിംഗിനെയാണ് സെഷൻ എന്ന് പറയാ. സോ ബജറ്റ് അവതരിപ്പിക്കുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് അതിനെ ബജറ്റ് സെഷൻ. ആ സെഷൻ, അങ്ങനെ ഏത് സെഷൻ ആണെങ്കിലും ആദ്യം അതിനെ ആരായിരിക്കണം അതിൽ പോയി പ്രസംഗിക്കേണ്ടത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. ഓക്കെ, അതിൽ ബാക്കി ലോകസഭയിലും രാജ്യസഭയിലുള്ള ആൾക്കാർ വന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഇന്ത്യയിലെ ബജറ്റ് ജനുവരി മാസം, എല്ലാ വർഷവും ജനുവരി മാസം 31-ാം തീയതി റിലീസാവും. ഓക്കെ, സോ ഈ ബജറ്റ് സെഷനെ കുറിച്ച് നോക്കിയാലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആർട്ടിക്കിൾ 85 പ്രകാരം പ്രസിഡന്റ് ഇത് വിളിച്ചു കൂട്ടും. സമൻസ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടുക. എന്തിന്? പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ബജറ്റ് അവതരിപ്പിക്കാന്ന് പറഞ്ഞു. ഓക്കെ, 6 മാസത്തിൽ കൂടുതൽ സമയം ഈ പറഞ്ഞ മീറ്റിംഗിൽ കൊണ്ടാവരുത്. അതായത് ഇന്നിപ്പോ ജനുവരിയിൽ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അടുത്ത ജൂൺ കഴിയുമ്പോഴേക്കും അടുത്ത മീറ്റിംഗ് വിളിച്ചിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതില് സ്പീക്കർ ഉണ്ട്, ലോകസഭയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ആളുണ്ട്, രാജ്യസഭയുടെ നോക്കാൻ വേണ്ടി ചെയർമാൻ ഉണ്ട്. അപ്പൊ അവരാണ് ഇതെല്ലാം നോക്കുക. 2 പേരുടെ ചേർന്ന് നടക്കുവാണെങ്കിൽ അതിനെ 2 പേരുടെ ആൾക്കാർ ചേർന്ന് ബിസിനസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതിനെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ പാർലമെന്റിന് പല ടൈമിൽ പല പല സെഷൻസ് ഉണ്ടല്ലോ, പല പല മീറ്റിങ്ങുകൾ. അപ്പൊ ജനറലി നമ്മൾ അതിനെ 3 ആയിട്ട് തരംതിരിച്ചു. ഒന്ന്, ഈ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സെഷൻ. പിന്നെ 2 സീസൺ ആണ്, അതായത് മഞ്ഞുകാലവും മഴക്കാലവും, സമ്മർ. അപ്പൊ നമ്മൾ ഈ ബജറ്റ് സെഷൻ ഏത് സമയത്താണ് നോക്കാം. എല്ലാ വർഷവും ഫെബ്രുവരി മാസം തൊട്ട് മെയ് മാസം വരെ കണ്ടോ ബജറ്റ് സെഷനായി. ഒരു മിനിറ്റ്, സൗണ്ട് പോയെന്നൊരു സംശയം. അപർണ, സൗണ്ട് കട്ടായോ? അപർണ, സൗണ്ട് കട്ടായില്ല. സനീഷ, കട്ടായോ സൗണ്ട്? ഇല്ല സാർ, കുഴപ്പമില്ല. ശരി, അപ്പൊ ഇതാണ് ബജറ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബജറ്റാണ്. അപ്പം ബജറ്റ് സെഷൻ എന്താ? ഫെബ്രുവരിയിൽ തുടങ്ങുന്നു, മെയ്യിൽ തീരുന്നു. അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്തൊക്കെ? ടാക്സേഷൻ,
ഫിനാൻസ് മിനിസ്റ്റർമാരുടെ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത പൈസ കട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കി അത് സോൾവ് ചെയ്യും. അടുത്ത മീറ്റിംഗ് എന്താണ്? മൺസൂൺ ആണ്, മഴക്കാലം. അപ്പൊ ജൂലൈ തൊട്ടാണ് മഴ, ജൂലൈ തൊട്ട് സെപ്റ്റംബർ. പബ്ലിക്കിന്റെ പ്രശ്നങ്ങളാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്യും, പബ്ലിക്കിന്റെ. ഇനി അടുത്ത വിന്റർ സെഷൻ, മഞ്ഞൊക്കെ പെയ്യുന്ന ടൈപ്പ് സെഷൻ. അപ്പൊ ഡിസംബർ സമയം നിങ്ങൾക്കറിയാം. സോ മിഡ് നവംബർ, മിഡ് ഡിസംബർ വളരെ കുറച്ചു കാലം ഉണ്ടാവും മഞ്ഞൊക്കെ, പെട്ടെന്ന് അവര് സംസാരിച്ച് തീർക്കും. അപ്പം ബജറ്റായി, മൺസൂണായി, വിന്ററായി. ഇനി ഈ ലോകസഭയും ന്യായസഭയുടെ ഒരുമിച്ചിരുന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനാണ് ജോയിന്റ് സെഷൻ എന്ന് പറയാം. അതും പാർലമെന്റ് തന്നെ പ്ലാൻ ചെയ്യും. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 108 പ്രകാരമാണ് ചെയ്യുക. 108. അപ്പൊ രണ്ട് സഭയിലുള്ള ആൾക്കാർ വരും. അത് എന്തിനാണ് ഈ രണ്ട് സഭയിലുള്ള ആൾക്കാരെ വിളിക്കുന്നത് അറിയാമോ? ഈ എന്തെങ്കിലും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ രണ്ട് സഭകൾ തമ്മിൽ തല്ലുണ്ടാവും. തല്ലുണ്ടായി കഴിഞ്ഞാൽ ഒരു സഭ മറ്റേ സഭയുടെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അവിടെ എന്തായി? ഒരു ലോക്ക് വന്നു, ഡെഡ് ലോക്ക് എന്ന് പറയാം, അനുകൂല. അപ്പൊ ആ ഡെഡ് ലോക്കിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരെ വിളിച്ചു കൂട്ടിയിട്ട് സമാധാനം. ദാറ്റ് ഇസ് അബൌട്ട് ജോയിന്റ്. അപ്പൊ അത് എപ്പോഴൊക്കെയാ ബില്ല് റിജക്റ്റ് ആയി, ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ഡിസഗ്രി ആയി, അങ്ങനെ കുറച്ച് കഥകൾ അതിൽ കൊണ്ട് ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള സെഷൻ എന്താ പറയാ? ജോയിന്റ് സെഷൻ എന്ന് പറയാം. അപ്പൊ ആ സെഷനും പ്രസിഡന്റ് തന്നെയാണ് വിളിച്ചു കൂട്ടുന്നത്, എന്നിട്ട് സോൾവ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ജോയിന്റ് സെഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. സ്പീക്കറാണ് ജോയിന്റ് സെഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. രാജ്യസഭയ്ക്ക് വലിയ റോൾ അവിടെ ഇല്ല. ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ ബജറ്റ് സെഷനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, ബജറ്റ് സെഷനാണ് ഹെഡിങ് എങ്കിലും ഞാനിപ്പോ പറഞ്ഞതിൽ പാർലമെന്റിലെ എല്ലാ സെഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൺസൂണും വിന്ററും ആൻഡ് ബജറ്റ് സെഷൻ.